ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ ചിങ്ങപ്പുലരിയിൽ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ. ഈ ഒരു ഓണം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ഓണമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാരണമുണ്ട്. ഞങ്ങളുടെ ഒരു വീഡിയോ മില്യൺ വ്യൂസിലെത്തിയിരിക്കണം. അത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ആകെ 1000 സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ ഒരു 10,000 ഫാമിലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ ഒരു അവസരത്തിൽ. ഞാനും ചിഞ്ചും കൂടി ഒരുമിച്ച് വന്ന് ഈ ഒരു സന്തോഷം പങ്കിടാമെന്നാണ് വിചാരിച്ചത്, ഓണാശംസ പറയാനൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. പക്ഷേ ഇതിൻ്റെ പിന്നാലെ ചിഞ്ചു വരുന്നുണ്ട്. നമുക്കിന്ന് തിരുവോണ ദിനമായിട്ട് ഒരു പായസം വെച്ചാലോ? എന്ത് പായസം വേണം? ഒരു സിമ്പിളും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം വെക്കാം. എന്ത് പായസം വേണം? നമുക്ക് എന്ത് പായസം വെക്കാം? ചൗവരി പായസം ആയാലോ? ചൗവരി പായസം. നമുക്ക് പായസം വെക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് സബ്സ്ക്രൈബറെ കാണിച്ചുകൊണ്ട് നമുക്ക് പായസം വെക്കാം. നമ്മളിപ്പോ 200 ഗ്രാം ചൗവരി കുതിർത്ത് വെച്ചേക്കണം. 1 മണിക്കൂർ മുന്നേ കുതിർത്തതാണ്. നമുക്കത് 4 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കണം. 4 കപ്പ് വെള്ളം. നമുക്ക് ചിലപ്പോൾ വെള്ളം കുറച്ചുകൂടെ ആവശ്യം വരും, കാരണം ഇത് പെട്ടെന്ന് കുറുകുന്ന ഒരു പായസം. ഇപ്പൊ തിളച്ച് വന്നിട്ടുണ്ട്, എങ്കിലും കുറച്ചും കൂടി വേവണം. തിളച്ച് നല്ല കുറുവി വരുമ്പോൾ നമുക്ക് അതിലോട്ട് പാല് ചേർക്കാം. 1 ലിറ്റർ പാല് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. നമ്മളെപ്പോഴും കുറച്ച് ലൂസായിട്ട് നിൽക്കത്തക്ക രീതിയിൽ വേണം ഉണ്ടാക്കാൻ, കാരണം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കട്ടിയായിരിക്കും. ഇത് നമുക്ക് പഞ്ചസാര കൂടി ചേർക്കാം. ഒരു 400 ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ മധുരം അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു 300, ഇഷ്ടം കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർക്കാം. നമ്മളിപ്പോൾ ഒരു 400 ഗ്രാമാണ് ചേർത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഏലക്ക, ഇപ്പോൾ ഒരു 7-8 ഏലക്ക എടുത്ത് ചതച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പം നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വറുത്തെടുക്കാം. നെയ്യിൽ വറുത്ത് കോരണം. നമുക്കിനി മുന്തിരി കൂടി ചേർക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് ഇനി താളിച്ചു കൊടുക്കാം. നമ്മള് പായസത്തിന്റെ ഫൈനൽ സ്റ്റേജില് ഇച്ചിരി ലൂസായിട്ടായിരിക്കും ഉള്ളത്, പിന്നെ അത് കട്ടിയായിക്കോളും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലൂസായിട്ട് തന്നെ വെക്കണം. ലൂസാന്ന് കരുതി അത് വറ്റിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിച്ചു നോക്കാം. സേമിയ പായസത്തിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ കറക്റ്റ് കൺസിസ്റ്റൻസി കറക്റ്റ് ആയി വന്നു. തണുത്തപ്പോഴേ ലൂസായിട്ട് വെച്ചത്. ഇപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, നമ്മൾ പറഞ്ഞ പോലെ പെട്ടെന്ന് ഈസി ആയിട്ട് അല്ലേ, പറഞ്ഞ പോലെ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ പെട്ടെന്ന് പരിചയമില്ലാത്തവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് ഈ പായസം. അപ്പോ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാരും ഇതുപോലെ മധുരമൊക്കെ കഴിച്ച് അടിച്ചു പൊളിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.